ഇന്ന് സ്ട്രെസ് കുറയ്ക്കാൻ ഒരു ഡയറ്റ് പ്ലാൻ ആയാലോ? റീഡിഫൈൻ യുവർ ലൈഫിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, സ്ട്രെസ് വരുന്ന സമയത്ത് ബ്ലഡിൽ കോർട്ടിസോൾ ലെവലും അഡ്രിനാലിൻ ലെവലും കൂടുന്നു. ഇത് മറ്റ് ഹോർമോൺസിന്റെയും ബോഡിയുടെ മൊത്തത്തിലുള്ള പ്രവർത്തനത്തിനെയും തെറ്റിക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഈ ഡയറ്റിലൂടെ നമ്മൾ ലക്ഷ്യമിടുന്നത് കോർട്ടിസോളിന്റെ ലെവല് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ കാം ഡൗൺ ചെയ്യുക എന്നുള്ളതാണ്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡയറ്റാണ് മഗ്നീഷ്യം. മഗ്നീഷ്യം നമ്മുടെ കോശത്തിനും അതേപോലെ തന്നെ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മിനറലാണ്. ഇത് മുരിങ്ങയിലയിലും അതേപോലെ സ്പിനാച്ച്, ചീരയിലും പംകിൻ സീഡ്സിലും ഒക്കെ വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നു. അപ്പോൾ ഇത് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. രണ്ടാമതായിട്ട് നമ്മുടെ ഗട്ടിലുള്ള നല്ല അണുക്കളുടെ അളവ് കൂട്ടുക എന്നുള്ളതാണ്. അതിന് നമുക്ക് കോംപ്ലക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് അതേപോലെ പ്രോട്ടീൻസ് കഴിക്കാം. തവിടോട് കൂടിയിട്ടുള്ള ധാന്യങ്ങൾ അതേപോലെ പയറുവർഗ്ഗങ്ങൾ. അതിന് ഏറ്റവും എളുപ്പമുള്ളൊരു ഡയറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇഡ്ഡലി ദോശ ഉണ്ടാക്കുന്ന സമയത്ത് കറുത്ത ഉഴുന്നും അതേപോലെ തവിടോട് കൂടിയിട്ടുള്ള റെഡ് റൈസ് അല്ലെങ്കിൽ മില്ലറ്റ്സ് ഉപയോഗിച്ചിട്ട് മാവ് റെഡിയാക്കുക. ഇത് നിങ്ങളുടെ ഗുഡ് ബാക്ടീരിയാസിൻ്റെ അളവ് കൂട്ടുന്നു. ഇത് പ്രീബയോട്ടിക് ആയിട്ടും പ്രോബയോട്ടിക് ആയിട്ടും പ്രവർത്തിക്കുന്നു. പിന്നെ ഉള്ളത് ട്രിപ്റ്റോഫാൻ്റെ അളവ് കൂട്ടുക എന്നുള്ളതാണ്. ഇതൊരു അമിനോ ആസിഡാണ്. ഇത് നിങ്ങൾക്ക് തൈരിലും എള്ളിലുമൊക്കെ ലഭ്യമാകും. അപ്പം നിങ്ങൾ ഡെയിലി നിങ്ങളുടെ ഫുഡിൽ തൈര് ഇൻക്ലൂഡ് ചെയ്യുക, അതേപോലെ എള്ള് വെച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു പൊടി ഉണ്ടാക്കി വെക്കുക. പിന്നെ ഒന്നാണ് നിങ്ങൾക്ക് ഹെർബൽ പൗഡേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് ടീ. അതിലേതെങ്കിലും ഒരു 2 പൗഡറെങ്കിലും വാങ്ങിച്ചു വെക്കുക. അതിലൊന്നാണ് ബ്രഹ്മിയുടെ ടീ ഉണ്ടാക്കാം. അതേപോലെ രണ്ടാമത് അശ്വഗന്ധയുടെ പൊടി വാങ്ങിച്ചു വെക്കുക. വൈകുന്നേരത്തോ അല്ലെങ്കിൽ രാവിലെയോ അശ്വഗന്ധ പൗഡർ ഉപയോഗിച്ചിട്ട് 1 ടീസ്പൂൺ പൗഡർ 1 ഗ്ലാസ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുറച്ച് ശർക്കരയും ചേർത്ത് കഴിക്കാം. ഇനി ഒന്നാണ് ജഡാമാൻസി. ഈ പൗഡറിൻ്റെ എണ്ണ നിങ്ങൾക്ക് കാച്ചിയിട്ട് തലയിൽ തേക്കാം. അതേപോലെ നിങ്ങൾക്കത് ടീ ആയിട്ട് 1 ടീസ്പൂൺ ടീ 1 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് കഴിക്കാം. പിന്നെ നമുക്ക് വളരെ കോമൺ ആയിട്ട് നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ് ശംഖുപുഷ്പം. ശംഖുപുഷ്പം ഒരു 5 എണ്ണം എടുത്തിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് കുടിക്കാം. ഇതെല്ലാം തന്നെ നിങ്ങളുടെ സ്ട്രെസ് ലെവൽ കുറയ്ക്കാൻ സഹായിക്കുന്ന ഹെർബ്സ് ആണ്, അതേപോലെ ഡയറ്റാണ്. ഇതിൽ 2 or 3 ഡയറ്റ് റെഗുലറായിട്ട് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഹോർമോണൽ ഇംബാലൻസ് ഒരു പരിധിയിലധികം നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അപ്പോൾ മറ്റൊരു ഡയറ്റ് പ്ലാനുമായിട്ട് വീണ്ടും വരാം. സ്റ്റേ ഹെൽത്തി ആൻഡ് സ്റ്റേ ഹാപ്പി. ടേക്ക് കെയർ ആൻഡ് ബൈ.